or lease. கடலை நரை வந்த பிறகே புரியுது உலகை നേற்றிൻ ഇൻപങ്ങൾ യാവും. ഇത് രാഹുൽ. ചില സൗഹൃദങ്ങളാണ് ഇന്ന് ഇവനെ ഇവിടെ എത്തിക്കാൻ പ്രാപ്തനാക്കിയത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്, വേണ്ട ഞാൻ പറയണില്ല, നിങ്ങളൊന്ന് കാണും. രാഹുലിന്റെ പെർഫോമൻസ് വളരെ മോശമാണല്ലോ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? നമ്പറിലെ പോരാ, रिजल्ट വേണം. मुझे ऊपर जवाब देना पड़ता है. मैं क्या जवाब दूँ? अभी जो आप वो सब क्या करके रखे है, അത് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? ഇവിടുത്തെ എൻ്റെ സാഹചര്യം വളരെ മോശമാണ്. ഇവിടുത്തെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. നിങ്ങളുടെ സാഹചര്യം എനിക്ക് കേൾക്കണ്ട. സാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാണ്? ഇവിടുത്തെ കാര്യങ്ങളോട് സാർ മനസ്സിലാക്കണം. പിന്നെന്താ, എന്താ പറ്റിയപ്പോൾ? എന്താ പറ്റിയെന്ന് അറിയില്ലടോ. പഴയതുപോലെ അല്ല, ആ മുഖത്ത് പോലും നോക്കുന്നില്ല. ചായ കുടിക്കാൻ വിളിച്ചാൽ പോലും ചായ കുടിക്കാൻ വരുന്നില്ല. എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ ചായ കുടിക്കാൻ പോലോ? ഇല്ല പിന്നീട് ആട്ടോ. ആ ചായ കുടിച്ചിട്ടോ. മനസ്സിലായേ ഞാൻ അവിടെ ഉണ്ട്? കുറച്ച് ദിവസമായിടോ നിന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് ഇന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഹെൽമെറ്റ് എടുത്തില്ല, ലാപ്ടോപ്പ് എടുത്തില്ല. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പം നീ എപ്രാളം കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. നീ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കടക്കാരൻ പയ്യ എന്നെ വിളിച്ച് പറഞ്ഞതാണ്, മാത്തൂർ റോട്ടിൽ നീ ഭ്രാന്ത് പിടിച്ച പോലെയാണ് വണ്ടി ഓടിച്ച് പോണേ. നിനക്ക് ശരിക്കും എന്താണ് പ്രശ്നം? എൻ്റെ പ്രശ്നങ്ങൾ ഓഫീസിലെ പ്രശ്നങ്ങളൊന്നുമല്ല ചേട്ടാ, ഫിനാൻഷ്യൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതാണ് TNB, ഫെഡറൽ, ICICI, കാനറ, SB, ഇതെല്ലാം ക്രെഡിറ്റ് കാർഡുകളാണ്. ഈ മാസം EMI അടച്ചത് തന്നെ സന്ദീപിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ
വാങ്ങിച്ചത്. അത് കൂടാതെ ഈ ആഴ്ച നിന്റെ മുടി കെട്ട് വരികയാണ്. ചിലപ്പോൾ ഡ്രസ്സ് കൂടി എടുത്തു കൊടുക്കാനുള്ള കാശ് കൂടി ഇത്രയും പ്രശ്നമല്ല. നിനക്ക് ശരിക്കും എത്ര രൂപ കടമുണ്ടോ? ഇപ്പം ഞാൻ കണക്കോടൊന്നും നോക്കാറില്ല കേട്ടോ. രാഹുലെ, എല്ലാത്തിനും ഒരു വ്യക്തത വേണം. ഒരു കാര്യം നിന്റെ കണക്കുകളെല്ലാം എഴുതിയിട്ട് റെഡിയാക്കിയിട്ട് പറ, നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ശരി, നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ കുടിച്ച് ഫ്രഷ് ആകാം. എന്നാ നീ കേറിയില്ലേ? എന്താ ഇതും വേണ്ടെന്ന് വെച്ചോ? നിന്റെ കണക്കും കാര്യങ്ങളും ഞാൻ നോക്കിയായിരുന്നു. ഇതിന് മാത്രം എന്താ പ്രശ്നമുള്ള? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിനക്ക് ചാകാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ നിനക്കുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിന്റെ കയ്യിൽ തന്നെയുണ്ട്. ബാങ്കിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഹോം ലോൺ ടോപ്പ് അപ്പ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോം ലോൺ മാത്രം ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതിൽ പരിഹരിക്കാൻ പറ്റും. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിക്ക് പരിഹരിക്കാം. ഇതായിരുന്നു രാഹുൽ. സാമ്പത്തികം വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ സാമ്പത്തികം അച്ചടക്കത്തോടെ ആണെങ്കിൽ അത് ലളിതവുമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് അവൻ കരകയറി. അതോടെ ജോലിയിലും മികവ് കാണിക്കാൻ ആരംഭിച്ചു. പറഞ്ഞു നീണ്ടൂലെ. നമുക്ക് ഇന്നിലേക്ക് തിരിച്ചു പോകാം. എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധു മോഹനന്റെ സംസ്കാരം ഇന്ന് നടക്കുമെന്ന വാർത്തയാണ്. കേരള ബാങ്കിൽ 37 ലക്ഷം രൂപയുടെ ലോൺ കുടിശ്ശികയാണ് മധുവിനുണ്ടായിരുന്നത്. ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ഏത് ചാനൽ എടുത്താലും എനിക്ക് മാത്രമുള്ളല്ലോ ന്യൂസ്, വേറെ ഒന്നുമില്ലേ? ആ ഹലോ, എടാ നീ എവിടെയാ? ഞാൻ ഓഫീസിലെത്തി. രാഹുൽ, മീറ്റിംഗ് തുടങ്ങാറായി. ചേട്ടാ, മീറ്റിംഗ് തുടങ്ങാറായി. ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. അപ്പൊ ഈ വർഷത്തെ സ്റ്റാർ പെർഫോമർ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി അർജുൻ ചക്രവർത്തി സാറിനെയും മാധവ് സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റാർ പെർഫോമർ മിസ്റ്റർ രാഹുൽ. Well done. Thank you, sir. Thank you. ജീവിതത്തിലെ ചില കാഠിന്യമേറിയ പ്രതിസന്ധികൾ തനിയെ തരണം ചെയ്യാൻ കഴിയാതാകുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. ചിലപ്പോൾ ഒരു തുറന്നു പറച്ചിലിൻ്റെ അല്ലെങ്കിൽ ആഴത്തിലുള്ളൊരു വിശകലനത്തിൻ്റെ ദൂരം മാത്രമേ ആ പ്രതിസന്ധികൾക്കുണ്ടാവുകയുള്ളൂ. പരിശ്രമിക്കാതെ ഒരു അതിലും തനിയെ തുറക്കില്ല. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള പടിക്കെട്ടുകളുമാണ്. അപ്പോൾ യാത്രകൾ തുടരട്ടെ.